എൻഡോസൾഫാൻ ദുരിതബാധിതരെ വഞ്ചിച്ച് മുൻ LDF സർക്കാർ 2017 തങ്ങൾക്ക് 9 വർഷമായിട്ട് ഒരു ധനസഹായവും ലഭിച്ചിട്ടില്ല എന്നാണ് എൻഡോസൾഫാൻ ദുരിത ബാധിതർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 3 മാസമായിട്ട് പെൻഷൻ പോലും ലഭിച്ചിട്ടില്ല, സൗജന്യ ചികിത്സ ലഭിച്ചിട്ടില്ല. അവരെ എല്ലാം കൊണ്ടും പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർ രംഗത്ത് വന്നിരിക്കുന്നത്. 2017 നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ദുരിതബാധിതരെ കണ്ടെത്തപ്പെട്ടവരിൽ 100 കണക്കിന് പേർക്ക് 9 വർഷമായിട്ടും അർഹമായ ധനസഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ഇതിനു പുറമെ ദുരിതബാധിതരുടെ പെൻഷൻ വിതരണവും തടസ്സപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ നിലച്ചതായും കുടുംബങ്ങൾ പറയുന്നു. ജില്ലയിലെ 11 പഞ്ചായത്തുകളെയാണ് സംസ്ഥാന സർക്കാർ എൻഡോസൾഫാൻ ദുരിത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2010 മുതൽ വിവിധ ഘട്ടങ്ങളിലായി 4 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ദുരിതബാധിതരെ കണ്ടെത്തിയിരുന്നു. എന്ത് പ്രഹസനമാണ്! ഇത്രയൊക്കെ കണ്ടെത്തിയിട്ടും അവർക്ക് അർഹമായ ധനസഹായമോ സൗജന്യ ചികിത്സയോ പെൻഷൻ പോലും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം എൻഡോസൾഫാൻ ദുരിതം എത്രത്തോളം ബാധിക്കപ്പെട്ടുവെന്ന്. പിഞ്ചു കുട്ടികൾക്ക് പോലും, അവിടെ ജനിക്കുന്ന പിഞ്ചു കുട്ടികൾക്ക് പോലും ദുരിതബാധിതരാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരതായിരുന്നു ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഒരു കുട്ടിയുടെ രൂപം, ഫോട്ടോ വളരെ നമുക്ക് വേദനാജനകം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് അർഹമായ കൈകളിൽ ധനസഹായം എത്തുന്നില്ല. സർക്കാർ എപ്പോഴും ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ് LDF അല്ലാതെ മറ്റാരോ ഉണ്ട് എന്നുള്ള ഫ്ലെക്സ് മടിച്ചു വന്നപ്പോൾ ഒരു ഭാഗം ആളുകളെ സർക്കാർ മനഃപൂർവ്വം പുച്ഛിച്ച് തള്ളിയതാണോ, അതോ ഇവരാരും ശബ്ദിക്കുകയില്ല എന്നോർത്തിട്ട്, അല്ലെങ്കിൽ ഇവരാരും ഇനി മുന്നോട്ട് വരികയില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ അവരെ തള്ളിക്കളയുകയാണോ ചെയ്തത്? എന്ത് തന്നെയാണെങ്കിൽ 2017 നടന്ന അവസാന മെഡിക്കൽ ക്യാമ്പിൽ 3 ഘട്ടങ്ങളിലായാണ് പരിശോധന നടത്തിയത്. അതിനുശേഷം അവർക്ക് ഒരു പരിശോധന പോലും ഉണ്ടായിട്ടില്ല. ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയിലും ഫീൽഡ് പരിശോധനയിലും 1905 പേരെ എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെടുത്താനാകുമെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു ചില്ലറ സഹായം പോലും നമ്മുടെ സർക്കാർ ചെയ്തിട്ടില്ല. ഇതിൽ 874 പേരെ നേരിട്ട് അർഹരായി അംഗീകരിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 1301 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ സമര സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ നടന്ന നാടാണ് നമ്മുടെ കേരളം. 2024 ജൂലൈ 10 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ 1031 പേരെയും കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർക്ക് ധനസഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു. തുടർന്ന് ഇടത് സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം 977 പേർക്ക് 48.85 കോടി രൂപ ധനസഹായമായി അനുവദിക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതാണ്. എന്നാൽ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും ധനസഹായ വിതരണം ഇതുവരെ നടപ്പിലായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. വെച്ചാൽ അവർക്ക് അർഹമായിട്ടുള്ള ധനസഹായമോ ചികിത്സാ ചെലവോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേര് ബാധിക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു മേഖല രൂപീകരിക്കുന്നു. അവർക്ക് ഞങ്ങൾ തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട്, ഞങ്ങൾ നിങ്ങളുടെ സർക്കാരാണെന്ന് പറയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത്രയും ആളുകളെ 1031 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾ ശരിക്കും പറ്റിക്കുക തന്നെയായിരുന്നു നമ്മുടെ LDF സർക്കാർ. എന്നാൽ ഉത്തരവ് പുറത്തിറങ്ങിയ ധനസഹായ വിതരണം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ധനസഹായത്തിന് അർഹരായ 977 പേർ ആരൊക്കെയാണെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും വ്യക്തമായ പട്ടികയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കാട്ടിക്കൂട്ടലിന്റെ രാഷ്ട്രീയമായിരുന്നു LDF സർക്കാർ നടത്തിയിരുന്നത്. അതിന്റെ ഒടുവിലത്തെ ഇരയാണോ ഈ എൻഡോസൾഫാൻ ദുരിത ബാധിതർ? പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ദുരിതബാധിതരായ സാഹചര്യമുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ്. എൻഡോസൾഫാന്റെ കാഴ്ച പോലും, അതിന്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥ പോലും കണ്ടതാണ്. പക്ഷേ എന്നിട്ടും യാതൊരു പ്രശ്നവും ഇല്ല എന്നൊരു മട്ടിൽ ഇപ്പോഴും സർക്കാർ, അതായത് തങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇളക്കുമ്പോൾ പോലും മറുഭാഗത്ത് തങ്ങൾ ബാധിക്കപ്പെട്ടവരാണ്, പക്ഷെ ഞങ്ങൾ തഴയപ്പെട്ടവരാണെന്ന് ഒരു കൂട്ടർ മുറവിളി കൂട്ടുകയാണ്. ഇനി വരുന്ന സർക്കാർ, അതായത് ഇപ്പോഴുള്ള VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന്. ഇതിലെങ്കിലും ഇവരെ പരിഗണിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എൻഡോസൾഫാൻ ബാധിക്കപ്പെട്ട ജനത. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെയാണെങ്കിലും LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു ടാഗ് ലൈൻ വെച്ചിട്ട് സകല ജനങ്ങളെയും, കേരളത്തിലെ ആളുകളെയും എല്ലാവരെയും വെറുപ്പിക്കുന്ന രാഷ്ട്രീയമാണ് പിണറായി വിജയൻ കാഴ്ചവെച്ചത്. ഈ കപ്പൽ ആടി ഉലയുകയല്ല എന്ന് പറഞ്ഞപ്പോൾ കപ്പൽ മൊത്തത്തിൽ ആടി ഉലയുക തന്നെ ചെയ്തു. ഒപ്പം തന്നെ ഇതാ ഓരോരോ പാളികളിലെ അവ്യക്തതയും, അതായത് അവർ കാട്ടിക്കൂട്ടിയ പറ്റിക്കപ്പെട്ട്, അതായത് വാഗ്ദാനങ്ങൾ നൽകി പാലിക്കപ്പെടാതെ പോയിട്ടുള്ള രാഷ്ട്രീയവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ബാധിക്കപ്പെട്ട കുടുംബങ്ങളാണ് രംഗത്ത് വരാനിരിക്കുന്നത്? എത്ര പേരാണ് വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിച്ചിട്ടുള്ളത് എന്ന് കണ്ടു തന്നെ അറിയണം.